സ്റ്റാർട്ടാവാം മക്കളെ. പ്രാക്ടിക്കൽ പ്രോബ്ലം ഏതാ? 4 ആണ്. കാണാൻ പറഞ്ഞത് ഏതാ? യൂസേജ് വാരിയൻസ്. ഓക്കെ അല്ലേ? കോസ്റ്റ്, പ്രൈസ്, പിന്നെയാണ് ഏത്? യൂസേജ്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് കാണാൻ യൂസേജ് വാരിയൻസ് കാണാൻ എന്താ? 1 - 3 ആണ്. അപ്പോൾ 1 എന്താ? 1 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. 2 എന്താ? അല്ല 3 സോറി. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു രണ്ടെണ്ണമില്ല ഇവിടെ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 4 ടേബിളിനെ കുറിച്ച് ഇവിടെ ബോധരാവണോ? വേണ്ട. 4ാമത്തെ ടേബിൾ വരെ എപ്പോഴാണ് 4ൻ്റെ യൂസേജ്? മിക്സോ പിന്നെ ഈൽഡോ വരുമ്പോഴേ ആവശ്യമുള്ളൂ അല്ലേ? അപ്പോൾ ഇത് എവിടെ സ്റ്റോപ്പ് ചെയ്യും? യൂസേജിൽ. അപ്പോൾ വേണ്ട. എയുടെ കഥ എങ്ങനെ? എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണണം. എത്ര യൂണിറ്റ് അവർ ഉണ്ടാക്കിയത്? 1000. ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എത്ര? 2 പീസ് വരിക. ഓക്കെ അല്ലേ? 2 പീസ് അല്ലെങ്കിൽ 2 മീറ്റർ ക്ലോത്ത് വേണമെന്ന് വിചാരിക്കാം ഒരു ബാഗ് ഉണ്ടാക്കാൻ. ഓക്കെ ആണോ? അപ്പോൾ അടിയിൽ വന്നുള്ള എക്സ്ക്യൂസ് മീ, മെറ്റീരിയൽ യൂസ്ഡ് അല്ലേ? ഇത് എത്ര ഇവിടെ എഴുതി വെക്കുക? 4 എത്ര യൂണിറ്റിനാണ്? 1000 ബാഗിനാണ് എത്ര വന്നുള്ളത്? 2050 വന്നുള്ളത്. ഇവിടെ ഒരു ബാഗിനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 1000 ബാഗിൻ്റെ ഒരു ബാഗിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. 4 ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് 1000 അല്ലേ? അപ്പോൾ എ കാണുമ്പോൾ എക്ക് 2 പീസാണ് വേണ്ടത്. 2 പീസ് 2 ഇൻറ്റു എത്ര? 1000. അപ്പോൾ എത്ര? 2000 ഇവിടെ വരും. ബി എത്ര? 3 പീസ് അല്ലെങ്കിൽ 3 എന്താ പറയുക മീറ്റർ ആക്കാം ക്ലോത്ത്. ഇപ്പം ഷർട്ടൊക്കെ ആണെങ്കിൽ 3 മീറ്റർ എന്ന് വിചാരിക്കാം. ഇൻറ്റു എത്രയാ? 1000 യൂണിറ്റാണ്. അപ്പോൾ 1000 ഷർട്ട് ഉണ്ടാക്കാൻ എത്ര വരും? 3000 വരും. പിന്നെ എല്ലാം ആയില്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ എഴുതാം. എത്രയാ? 2000. മറ്റടുത്ത് 3000. ബിയുടെ 3000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാ? തന്നില്ലേ? 1. ഇവിടെ എത്രയാ? 2. പിന്നെ അടുത്ത ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 2050 ഇൻറ്റു എത്ര രൂപ ആക്ച്വൽ പ്രൈസ്? ആക്ച്വൽ പ്രൈസ് തന്നിട്ടില്ല. ഓക്കെ യെസ് ഇവിടെ വേണ്ട ഏതാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആക്ച്വൽ പ്രൈസ് ഉള്ള 1 - 2 ഒക്കെ കാണാൻ വിചാരിച്ചാലും എന്ത് ചെയ്യില്ല? നടക്കില്ല. ഓക്കെ അല്ലേ? ഇൻഫർമേഷൻ ഇതിൽ ഇല്ല. ഓക്കെ. ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 1 ഇവിടെ എത്രയാ? 2980 ഇൻറ്റു എത്രയാ? 2. ഓക്കെ അല്ലേ? ഇവിടെ എത്ര വരും? 2000. ഇവിടെ എത്ര വരും? 6000 അല്ലേ? ടോട്ടൽ എത്ര വരിക? 8000 അല്ലേ? ഇവിടെ 2000 എത്ര തന്നെ? 50 ഈസ് ഈക്വൽ ടു എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 5000 60. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 2000 8 0 10. ഓക്കെ. ഡിഫറൻസ് കണ്ടാൽ എത്ര വരും? 10 ആണ് കിട്ടുക. ഓക്കെ അല്ലേ? 1 - 3 അല്ലേ? എത്ര വരും? 10. മൈനസ് അല്ലേ വരുന്നത്? അപ്പോൾ ഏതേതാ? അഡ്വേഴ്സ്. ഓക്കെ. സിമ്പിൾ. ചെയ്തിരുന്നോ? ഓൾറെഡി ചെയ്ത ആളുകളാരൊക്കെ? ഓക്കെ. ക്ലാപ്പ് കൊടുക്കും. വേഗം ചെയ്യാത്തൊരു പെട്ടെന്ന് ചെയ്യും.